എവ്രിവൺ, ഈ നീണ്ട യാത്ര എങ്ങോട്ടേക്കാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ഈ കാണുന്ന സ്ഥലത്തേക്കാട്ടോ. ഇപ്പൊ ഇന്തോനേഷ്യയിലെ പാങ്കന്തരൻ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗ്രീൻ കനിയോണിലേക്കുള്ള വിസിറ്റ് ആണ്. ഞങ്ങൾ ഈ ലൈഫ് ജാക്കറ്റും ഹെൽമെറ്റും ഒക്കെ ധരിച്ചിട്ട് ഈ ഓട്ടോയ്ക്ക് പിറകിൽ ഇരുന്നിട്ട് പോകുന്നത് പാങ്കന്തരൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രീൻ കനിയോണിൽ ബോഡി റാഫ്റ്റിംഗ് ചെയ്യാനാണ് പോകുന്നത്. ഞങ്ങൾ മെല്ലെ ഓട്ടോ ഒക്കെ ഇറങ്ങി അവിടെ നിന്നിങ്ങനെ നടന്ന് നമ്മുടെ റാഫ്റ്റിംഗ് സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഗൈഡിൻ്റെ പേര് സൈബ് എന്നാണ്. ഗൈഡ് ഞങ്ങൾ 4 പേരാണ് ഈ ഓട്ടോയിൽ ഉണ്ടായിരുന്നത്. അപ്പം സൈബാണ് ഞങ്ങൾ 2 പേരെയും ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ വഴികളും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സൈബ് നമ്മുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അവന് പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസം രാത്രി മഴ പെയ്തതിനാൽ വഴിയിൽ ഈ ഇലകളൊക്കെ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഒരു പക്ഷേ നമ്മൾ തെന്നി വീഴാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള കാര്യം അവൻ മുറി ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. കൂട്ടത്തിൽ നമ്മൾ അവരോട് ചോദിക്കുമായിരുന്നു, ഇതിപ്പോൾ സീസൺ ആണോ അല്ലെങ്കിൽ ഓഫ് സീസൺ ആണോ എന്ന് ചോദിച്ചപ്പം അവൻ പറഞ്ഞു ഇത് ഓഫ് സീസൺ ആണ് എന്ന് പറഞ്ഞു. അപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് മാത്രമാണ് മുന്നിലും പിന്നിലും ഒന്നും ആളുകളെ കാണാത്തത്. സാധാരണഗതിയിൽ ഭയങ്കര തിരക്കാന്നാണ് പറയുന്നത്. പിന്നെ ഇതൊരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാട്ടോ. കാരണം ഗ്രീൻ കാനിയോൺ എന്ന് പറയുന്നത് US സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ US നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. ബട്ട് ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എമറാൾഡ് ഗ്രീൻ നിറത്തിലാണ്, എമറാൾഡ് പച്ച എന്നൊക്കെ പറയില്ലേ, ആ ഒരു നിറത്തിലാണ് ഇവിടുത്തെ വെള്ളം കാണപ്പെടുന്നത്. കാണുന്നില്ലേ എന്ത് ഭംഗിയാ! എനിക്ക് നീലയാണോ പച്ചയാണോ എങ്ങനെ പറയണമെന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഫൈനലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഈ വെള്ളത്തിലാണ് കേട്ടോ റാഫ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സാധാരണ റാഫ്റ്റിംഗ് അല്ല, ബോഡി റാഫ്റ്റിംഗ് ആണ്. സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 3 മണിക്കൂർ ആക്ടിവിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡ്സ് ഉണ്ട്, 2 പേരുണ്ട്. പിന്നെ ഈ 2 പേര് ബാക്കിൽ കാണുന്ന 2 പെൺപിള്ളേരും ഉണ്ട്. അവർ നമ്മളെ കൂടെ, അവർക്ക് ഇംഗ്ലീഷ് അറിയാൻ സംസാരിക്കാൻ, സോ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഞാനും ഇച്ചായനും. ആ 2 പെൺപിള്ളേരെ കണ്ടില്ലേ, അവരും നമ്മുടെ കൂടെ വണ്ടിയിലുണ്ടായിരുന്നവരാണ്. അവരിവിടെ ലോക്കൽസ് ആട്ടോ, ഇവിടുത്തെ ഇന്തോനേഷ്യൻ സിറ്റിസൺസ് ആണ്. അപ്പം അവരും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സോ എനിക്ക് നീന്താനൊന്നും അറിയത്തില്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പക്ഷേ എനിക്ക് വലിയ പ്രചോദനം തന്നത് എൻ്റെ ഇച്ചായനും പിന്നെ ആ ഗൈഡുമാണ്. ഗൈഡ് പറഞ്ഞു ഞാൻ നോക്കിക്കൊള്ളാം, പേടിക്കാനൊന്നുമില്ല, വലിയ ആഴമുള്ള സ്ഥലത്തൊക്കെ എത്തുന്ന സമയത്ത് ആൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ലൈഫ് ജാക്കറ്റ് ഉള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു സ്പോട്ടിലെത്തിയ സമയത്ത് അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു 3 മീറ്റർ ഹൈറ്റിൻ്റെ മുകളിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടാമെന്ന് പറഞ്ഞു. ഇച്ചായൻ അതിൻ്റെ മുകളിൽ കയറി നിന്ന് ചാടി. നമ്മൾ കൂടെ വന്നിട്ടുണ്ടായിരുന്ന പെൺകുട്ടിയും ചാടുന്നുണ്ട് കേട്ടോ. ഞാൻ അവിടെ നിന്നതിൻ്റെ എക്സ്പീരിയൻസ് അത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നീന്തി നടുവിലെത്തിയപ്പോൾ ഒരു കല്ല് കിട്ടി, അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ ഈ ഡയലോഗ് അടിക്കുന്നത്. ഇങ്ങനെയുള്ള അഡ്വഞ്ചറസ് സ്പോട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അഡ്വഞ്ചറസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നിടത്ത് നീന്താൻ അറിയാത്തത് കൊണ്ട് മാത്രം പേടിച്ചരണ്ട് പോയി നിൽക്കുന്നൊരവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥ തന്നെയാട്ടോ. ഇച്ചാൻ അവിടെ തിരിഞ്ഞും മറഞ്ഞും തലകുത്തിയൊക്കെ നീന്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ ഒരു സ്ഥലത്തിൽ ആ ഒരു സൂര്യപ്രകാശം, അതിൻ്റെ ഇടയിലൂടെ ഇലകൾക്കിടയിലൂടെ വരുന്ന സൂര്യപ്രകാശത്തൊക്കെ കണ്ടിട്ട് നമ്മൾ നല്ല ആ എമറാൾഡ് നീല നിറത്തിലുള്ള വെള്ളത്തിലൂടെയൊക്കെ കടന്ന് ഈ ചെറിയ കല്ലുകളും കാര്യങ്ങളൊക്കെ കടന്ന് വേണം നമ്മൾ അപ്പുറത്തെ സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. മീൻസ് ഇതൊരു അഡ്വഞ്ചറസ് തന്നെയാണല്ലോ. എന്തൊരു ഉരുണ്ട കല്ലുകളാന്ന് നോക്കി. ഇതിന് നേരെ നോക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ മഴയുടെ മുകളിൽ ഇങ്ങനെ വെള്ളമൊക്കെ വീണ് ആ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മളിങ്ങനെ നടന്നു പോകും. ഭയങ്കര രസമാട്ടോ. ഈ പയ്യൻ ഭയങ്കര കെയറിങ് ആട്ടോ, സൈബ് ഭയങ്കര കെയറിങ് ആണ്. കാരണം എൻ്റെ അടുത്ത് അവൻ ഇംഗ്ലീഷ് അറിയത്തില്ല, എന്നാലും ഞാൻ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കയറി അഡ്വഞ്ചറായിട്ട് കയറി വരുന്ന സമയത്ത് അവൻ പറയും ലവ്ലി, വെരി ഗുഡ്, ബാഗൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്നെ ഭയങ്കരമായിട്ട് പ്രചോദനപ്പെടുത്തുന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ പേടി തന്നെയാണല്ലോ. അതിങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുന്നിടത്തോളം കാലം അതങ്ങനെ വരും, അതെങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് കാലത്തിന് ശേഷം നല്ല ശുദ്ധമായി ശ്വസിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു കേട്ടോ. ഇത്രയും പൊല്യൂട്ടഡ് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സഫക്കേഷൻ ആയിരിക്കില്ല. ബട്ട് ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. ഓരോ കാൽവെപ്പുകൾ എടുത്ത് വെക്കുന്നതും വളരെ സൂക്ഷിച്ചായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ എനിക്കൊരു കുഞ്ഞ് ചാനലുണ്ട്, അതിലേക്ക് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരുമെന്ന് വെച്ചപ്പോൾ അവൻ മറ്റേ ഡ്രൈ ബാഗിൻ്റെ അകത്തുനിന്ന് മൊബൈലൊക്കെ എടുത്തിട്ട് ഷൂട്ട് ചെയ്ത് തന്ന വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ
പിടിച്ചാണെങ്കിലും വെള്ളത്തിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നത്. ശുദ്ധമായി, ഇത് മഴയൊന്നുമല്ല കേട്ടോ, പാറയിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളമാണ്. ഞാനത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. ഞാനതെടുത്ത് മുഖമൊക്കെ കഴുകുന്നുണ്ടായിരുന്നു. നല്ല തണുത്ത വെള്ളം മുഖമൊക്കെ കഴുകുമ്പോൾ നല്ല ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. പിന്നെ ഈ വെള്ളം അങ്ങനെ കുത്തി ഒഴുകുന്ന കാണാനൊക്കെ നല്ല ഭംഗിയാണ്. വെള്ളത്തിൽ ഇറങ്ങാനേ പേടിയുള്ളൂ, ആസ്വദിക്കുന്നതിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ഥലവും ഞാൻ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ആ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. എങ്ങനെങ്കിലും നിങ്ങൾക്കൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഇന്തോനേഷ്യയിലൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ഈ ഗ്രീൻ കാനിയോൺ എന്ന് പറഞ്ഞ സ്ഥലം. ഞാൻ US ഗ്രീൻ കാനിയോൺ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ അതിനേക്കാളും ഭംഗി ഇന്തോനേഷ്യയിലെ ഈ പാങ്കന്തറയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ കാനിയോൺ തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ ഇവിടേക്ക് ട്രാവൽ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം പറയുന്നതല്ല കേട്ടോ, അതങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് നോക്കിയാലും മനസ്സിലാവും. എന്ത് മനോഹരാലേ, ശരിക്കും ദൈവം എങ്ങനെയൊക്കെ സൃഷ്ടിച്ചേക്കുന്നത്. പിന്നെ അത് അടുത്ത ഈ പറയുന്ന ഡൈവിങ് പോയിന്റ് എത്തി. ഡൈവിങ് പോയിന്റ് അല്ല, നമ്മൾ അവിടുന്ന് മുകളിൽ നിന്ന് എടുത്ത് ചാടുന്ന സ്ഥലം കണ്ടോ. ഇത് 7 മീറ്റർ ആണെന്നാണ് അവർ പറയുന്നത്. അവർ എൻ്റെ മുകളിൽ കയറുക ചാടുക. സത്യം ചായ വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അങ്ങനെയല്ലായിരുന്നു കേട്ടോ. എനിക്ക് ഈ വെള്ളത്തിനോടുള്ള പേടി കാരണം ഞാൻ പെട്ടെന്ന് കരയിൽ കയറി പ്രകൃതി ഭംഗി ആസ്വദിക്കാനും വീഡിയോ എടുക്കാനായിട്ട് എൻ്റെ സമയം അങ്ങനെ ഞാൻ കളഞ്ഞു. അവിടെ നിർത്തിയിട്ടിരിക്കുന്ന നീല കളർ ബോട്ട് കണ്ടില്ലേ, ആ ബോട്ടിലാണ് നമ്മൾ അടുത്ത വെച്ചാൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഇതിൻ്റെ ഓഫീസിലേക്ക്, നമ്മളിത് ബുക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഓഫീസിലേക്ക് തിരിച്ചു പോകുന്നതിലാണ്. അതും ഒരു ഭംഗിയുള്ളൊരു യാത്രയാട്ടോ. നമ്മൾ വന്നത് ഒരു ഓട്ടോറിക്ഷയിലാണെങ്കിലും, ഒരു ഗുഡ് ഓട്ടോറിക്ഷ, ഒരു പിക്കപ്പ് വാനിലാണെങ്കിലും തിരിച്ചു വരുന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു ബോട്ട് കയറി അതിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ്. ആ നീല നിറത്തിലുള്ള ആകാശം, താഴെ നീല നിറത്തിലുള്ള വെള്ളം, ആ പച്ചപ്പ് നിറഞ്ഞ ആ വഴിയോരങ്ങളും, എന്ത് ഭംഗി എൻ്റെ സാറേ, ഒന്നും പറയണ്ട. ഈ ചാനൽ ഞാനും കൂടി മത്സരിച്ച് വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. കാരണം യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ വേണം. ഈ ചാനൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്, സോ ഈ ചാനൽ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ എടുക്കുമായിരുന്നു. എന്ത് രസമാണെന്നറിയോ, സത്യം പറഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷ് മൂവീസിൽ മാത്രമേ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെയുള്ളതൊക്കെ കാണുമോയെന്ന് പോലും എനിക്ക് അറിയാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ ആ ഒരു ഈ ബോട്ടിൻ്റെ ഇവിടെ നിർത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനെ ഒരു പ്രകൃതി ഭംഗി, എനിക്ക് നേച്ചർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ അപ്രതീക്ഷിതമായിരുന്നു അങ്ങനെ വരുമോ എന്നുള്ളത്. ബോട്ട് നിർത്തിയ സമയത്ത് അതിൻ്റെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് തന്നെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ അല്ല, ഇത് 2ാമത്തെ എക്സ്പീരിയൻസ് ആണ്. ഞാനിതിന് മുന്നേ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടൂറിസം ക്ലബിൻ്റെ ഭാഗമായിട്ട് ഒരു തോണിയിൽ കയറിയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ ബോട്ടിലോ സ്പീഡ് ബോട്ടിലോ അങ്ങനെയൊന്നും കയറിയിട്ടില്ല. കണ്ടില്ലേ, ലോങ്ങിൽ അടുത്ത ഏതോ ടീം അവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബോട്ടിൽ കണ്ട രംഗമാട്ടോ അത്. അടുത്ത ബോട്ടുകൾ വരുന്നു, നമ്മൾ അടുത്ത ബോട്ടിൽ കയറുന്നു. ബോട്ടിൽ നിന്ന് നേരെ നമ്മൾ ഈ ട്രാവൽ ബുക്ക് ചെയ്തിരിക്കുന്നതിൻ്റെ ഓഫീസിലേക്കാണ്. മുഖം എല്ലാം കറുത്ത് കരുവാളി. ശിശു എന്തോ ചെയ്യാനാ, ഒന്നും പറയണ്ട. അങ്ങനെ അവർ ഫോട്ടോ ഒക്കെ എടുക്കുന്ന തിരക്കിലായിരുന്നു. നമുക്ക് സമാന്തരമായിട്ട് വേറൊരു ബോട്ടോടി പോകുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് ഈ സ്ഥലം കാണാൻ. ആ പച്ചപ്പും, നമ്മുടെ മറ്റേ ഏത് മൂവിയിൽ പറയുന്നില്ലേ, ഹരിതാഭയും പച്ചപ്പും. എൻ്റെ ദൈവമേ, മുകളിൽ ആകാശ നീല നിറം, താഴെ വെള്ളം നീല നിറം, സൈഡ് മൊത്തം പച്ചപ്പ്. അതൊരു വല്ലാത്ത ഫീലാട്ടോ. എല്ലാം മറന്നുകൊണ്ടുള്ളൊരു യാത്ര. അത് ലൈഫിൽ ഒരിക്കലെങ്കിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ. ഇവിടുത്തെ ഇങ്ങനെ ഹിഡൻ സ്പോട്ടുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത് നമ്മളിവിടേക്ക് വന്നേ പറ്റും. സോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ അനുഭവം സ്വന്തമാക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. Until then, keep traveling, keep exploring. This is the girl Mohar. Bye bye, signing off. Please do subscribe my channel.